ഇനി അടുത്ത നമുക്ക് .NET Core ആപ്ലിക്കേഷനകത്ത് നമുക്ക് എൻറ്റിറ്റി അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ എൻറ്റിറ്റീസ് ഫോൾഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസർ ഡീറ്റെയിൽസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഐഡിയും യൂസർ നെയിം മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് പാസ്വേഡ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യണം. ഓക്കെ, സോ പാസ്വേഡ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ രണ്ട് പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യും. ഒന്ന് പാസ്വേഡ് ഹാഷിന് വേണ്ടിയും പിന്നെ പാസ്വേഡ് സാൾട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, അതായത് നമ്മൾ പാസ്വേഡ് നമ്മുടെ ഡേറ്റാബേസിലോട്ട് സേവ് ചെയ്യുമ്പോൾ പാസ്വേഡ് ഹാഷ് വിത്ത് പാസ്വേഡ് സാൾട്ടും കൂടെ ചേർത്തിട്ടായിരിക്കും നമ്മളവിടെ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് രണ്ട് ഫീൽഡ് വേണം. ഒന്ന് പബ്ലിക് റിക്വയർഡ് ഇവിടെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ബൈറ്റ് ആണ്. ബൈറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ കൊടുക്കും. പാസ്വേഡ് നമ്മൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു നെയിം കൊടുക്കാം. ഓക്കെ, അപ്പോൾ പാസ്വേഡ് ഹാഷ് ആയതുകൊണ്ട് നമ്മൾ ബൈറ്റ്സ് ആയിരിക്കും കൊടുക്കുന്നത്, കാരണം അത് ആൽഫയും ന്യൂമറിക്കും കൂടെ ചേർത്തിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ബൈറ്റ് ആണ്. പാസ്വേഡ് ഹാഷിൻ്റെ കൂടെ തന്നെ നമുക്ക് പാസ്വേഡ് സാൾട്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. റിക്വയർഡ് ബൈറ്റ് പാസ്വേഡ് സാൾട്ട്. ഓക്കെ, അവിടെ നമ്മൾ ഗെറ്റും സെറ്റൊക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ എൻറ്റിറ്റി നമ്മളിവിടെ ആക്ച്വലി അപ്ഡേറ്റ് ചെയ്തു. സോ ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ മൈഗ്രേഷൻസ് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, ഡേറ്റാബേസിനകത്തോട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ ആകെ നമുക്ക് രണ്ട് ഫീൽഡ് മാത്രമേ ഉള്ളായിരുന്നു, ID യൂസർ നെയിം. സോ നമ്മളൊരു പുതിയൊരു ഫീൽഡ് നമ്മൾ എൻറ്റിറ്റി അല്ലെങ്കിൽ പുതിയൊരു എൻറ്റിറ്റി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ മൈഗ്രേഷൻസ് സാധനം ചെയ്യണം. ഓക്കെ, അപ്പം നമുക്കിവിടെ ഇതിൻ്റെ എക്സ്പ്ലോറർ എടുക്കാം. ഓക്കെ, ടെർമിനലിനകത്ത് നമ്മളിവിടെ മേക്ക് മൈഗ്രേഷൻസ് നമ്മളിവിടെ ചെയ്യും. അതിന് നമ്മളിവിടെ .NET EF മൈഗ്രേഷൻസ് ആഡ് യൂസർ എൻറ്റിറ്റി അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു നെയിമാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഓൾറെഡി നമ്മളിവിടെ ഡേറ്റയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി മൈഗ്രേഷൻസ് ഫോൾഡർ ഉണ്ട്. അതിൽ നമ്മൾ ഇങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളിവിടെ മൈഗ്രേഷൻ ചെയ്യുമ്പോൾ ഓരോ മൈഗ്രേഷനും നമ്മൾ പുതിയ പേരായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നോ പ്രോജക്റ്റ് ഫൗസ് ചേഞ്ച് ദ കറണ്ട് വർക്കിംഗ് ഡയറക്ടറി. ഓക്കെ, ഇത് ആംഗുലർ .NET Core ആണ് നമ്മുടെ ഫോൾഡർ നെയിം. അതിൻ്റെ അകത്ത് പിന്നെയും ഒരു പ്രോജക്റ്റ് നെയിം സെയിം ആണ് വരുന്നത്, അതായത് രണ്ട് ഫോൾഡറാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ചേഞ്ച് ചെയ്യാം, .NET Core. നമുക്ക് EF മൈഗ്രേഷൻ കൊടുക്കാം. ബിൽഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇവിടെ ബിൽഡ് സക്സീഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൈഗ്രേഷൻസ് ഫോൾഡറിനകത്ത് നമ്മളുടെ യൂസർ എൻറ്റിറ്റി അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ പുതിയ മൈഗ്രേഷൻ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അതിലിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പുതിയ എൻറ്റിറ്റി ആഡ് ചെയ്തത്, ആ പുതിയ എൻറ്റിറ്റി ആഡ് ചെയ്തത് ഇവിടെ വന്നിട്ടുണ്ട്. ഉണ്ട് പാസ്വേഡ് ഹാഷും പാസ്വേഡ് സാൾട്ട്. ടൈപ്പ് എന്ന് പറയുന്നത് ബ്ലോബാണ്. നമ്മൾ ബൈറ്റ് ആണ് ഇതിൻ്റെ ടൈപ്പ് പറഞ്ഞു കൊടുത്തത്. ഇതിൻ്റെ ഡീഫോൾട്ട് വാല്യൂ ബൈറ്റ് ഓഫ് 0 എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മളിവിടെ ഇനിഷ്യൽ വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ നമ്മളിവിടെ ഒരു ഡേറ്റയ്ക്കകത്ത് എൻറ്റിറ്റീസിനകത്ത് നമ്മളിവിടെ റിക്വയർഡ് എന്ന് പറഞ്ഞ ഫീൽഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഓതൻറ്റിക്കേഷനിൽ രണ്ട് ഫീൽഡ് മാൻഡറ്ററി ആണ്. ഒന്ന് യൂസർ നെയിം, പിന്നെ ഒന്ന് പാസ്വേഡാണ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മളിവിടെ ഡീഫോൾട്ട് വാല്യൂ ബൈറ്റ് ഓഫ് 0 എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പുതിയൊരു മൈഗ്രേഷൻ ആഡ് ചെയ്തു. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എൻറ്റിറ്റി, ഒരു ന്യൂ എൻറ്റിറ്റി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ മൈഗ്രേഷൻസ് നമുക്ക് മസ്റ്റായിട്ട് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ ഇവിടെ ഒരെണ്ണം കൂടെ ആഡ് ചെയ്യാനുണ്ട്, അതായത് ഒരു കമാൻഡും കൂടെ. അതായത് നമുക്ക് ഇതിനെ അപ്ഡേറ്റ് ചെയ്യണം. .NET EF അപ്ഡേറ്റ്, അതായത് നമ്മളുടെ ഈ ഡേറ്റാബേസ് നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. ആർഗ്യുമെന്റ് EF അപ്ഡേറ്റ്. ഓക്കെ, .NET EF ഡേറ്റാബേസ് ആണ്. ഓക്കെ, .NET EF ഡേറ്റാബേസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അവിടെ ഡൺ എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്, അതായത് ഡേറ്റാബേസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ
രണ്ട് ടേബിൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ രണ്ട് എൻറ്റിറ്റീസ് ആഡ് ചെയ്തപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ രണ്ട് എൻറ്റിറ്റീസ് നമ്മുടെ ഇവിടെ ഡേറ്റാബേസിനകത്തോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ പറയാം. നമ്മൾ നേരെ എൻറ്റിറ്റീസിനകത്ത് നമ്മൾ രണ്ട് ഫീൽഡ് ആഡ് ചെയ്തു. ഓക്കെ, രണ്ട് ഫീൽഡ്, പാസ്വേഡ് ഹാഷും പാസ്വേഡ് സാൾട്ട്. അപ്പോൾ ഈ എൻറ്റിറ്റി നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ മൈഗ്രേഷൻസ് വെച്ചിട്ട് നമ്മൾ ഇതിനെ അപ്ഡേറ്റ് ചെയ്യണം. അതിന് നമ്മളിവിടെ കൊടുക്കുന്നതാണ് .NET സ്പേസ് EF സ്പേസ് മൈഗ്രേഷൻസ് ആഡ് കഴിഞ്ഞിട്ട് നമ്മളുടെ എൻറ്റിറ്റിയുടെ അപ്ഡേറ്റ്. അതായത് നമ്മൾ ഓരോ മൈഗ്രേഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ പുതിയ പേര് വെച്ച് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ അത് സക്സസ് ആകുമ്പോൾ നമ്മൾ ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡേറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, .NET EF സ്പേസ് ഡേറ്റാബേസ് സ്പേസ് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റാബേസിനകത്ത് നമുക്ക് എന്തൊക്കെ പുതിയ ഫീൽഡ്സ് ഉണ്ടോ അതൊക്കെ എല്ലാം അപ്ഡേറ്റ് ആവും. ഓക്കെ, ഈ അപ്ഡേറ്റ് ആവുമ്പോൾ ഈ നമ്മുടെ പഴയ വാല്യൂസ് ഒക്കെ കാണും. ഈ ഇപ്പോൾ ഐഡിയും യൂസർ നെയിമും വാല്യൂസ് ഒക്കെ കാണും. അതിനൊന്നും ബാധിക്കത്തില്ല. പക്ഷെ പകരം ഇവിടെ ഒരു പുതിയ കോളം ആയിരിക്കും ഇവിടെ വരുന്നത്. പുതിയ കോളത്തിനകത്ത് ഒന്നും ഒരു വാല്യൂ കാണിക്കത്തില്ല, നള്ളായിരിക്കും, ചിലപ്പോൾ എംറ്റി ആയിരിക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എൻറ്റിറ്റി ഫ്രെയിംവർക്ക് വെച്ച് എൻറ്റിറ്റീസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്, അതായത് ഡേറ്റാബേസിലോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു സെക്ഷനാണ്. ഇനി അടുത്ത നമുക്ക് ചെയ്യേണ്ടത്, നമുക്കൊരു കൺട്രോളേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കാണും. ഓക്കെ, രണ്ട് കൺട്രോളർ ഉണ്ട്, യൂസർ കൺട്രോളർ ഉണ്ട്, പിന്നെ വെതർ ഫോർകാസ്റ്റ് കൺട്രോളർ ഉണ്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മളിവിടെ കൺട്രോളർ ബേസ് ആയിരിക്കും കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് മൾട്ടിപ്പിൾ കൺട്രോളേഴ്സ് ഉണ്ടെങ്കിൽ ആ മൾട്ടിപ്പിൾ കൺട്രോളേഴ്സിനെ നമ്മളിവിടെ കൺട്രോളർ ബേസ് എന്ന് പറഞ്ഞിരിക്കും കൊടുക്കണം. അതായത് നമുക്കൊരു പാരന്റ് ബേസ് കൺട്രോളർ നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, സോ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം നമ്മളിവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ പുതിയൊരു കൺട്രോളർ ഇവിടെ ആഡ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഞാനിവിടെ ആഡ് ചെയ്തിട്ട് ആഡ് കൺട്രോളർ അതിവിടെ ആഡ് ചെയ്യുക. നമ്മളിവിടെ ബേസ് API കൺട്രോളർ എന്ന് പറഞ്ഞ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു കൺട്രോളർ വന്ന് വരും. അപ്പോൾ ഈ കൺട്രോളറിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു പാരന്റ് ബേസ് കൺട്രോളറാണ്, പാരന്റ് API കൺട്രോളറാണ്. അപ്പം നമ്മളിവിടെ ഓരോ കൺട്രോളർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ബേസ് API കൺട്രോളർ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. യൂസർ കൺട്രോളേഴ്സിനകത്ത് ഓൾറെഡി ഇവിടെ ഒരു കൺട്രോളർ ഉണ്ട്. അത് മാറ്റിയിട്ട്, അതായത് പബ്ലിക് ക്ലാസിൻ്റെ യൂസേഴ്സ് കൺട്രോളറിൻ്റെ വരുന്നത് കൺട്രോളർ ആണ്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മളിവിടെ ബേസ് API കൺട്രോളർ എന്ന് പറഞ്ഞ് ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇത് ആക്ച്വലി ഈ ഒരു സാധനം നമുക്ക് ഇവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ബേസ് API കൺട്രോളറിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ വെതർ ഫോർകാസ്റ്റിൽ നമുക്കിവിടെ കൺട്രോളർ ബേസ് മാറ്റിയിട്ട് നമുക്ക് ബേസ് API കൺട്രോളർ എന്ന് പറഞ്ഞ് ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെയും നമുക്കിതിൻ്റെ ആവശ്യമില്ല, അതൊക്കെ എല്ലാം നമ്മുടെ ബേസ് API കൺട്രോളറിനകത്ത് വരും. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ട്രൈ ഇറ്റ് ഔട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ യെസ്, ആക്ച്വലി ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബേസ് API കൺട്രോളർ നമ്മൾ എപ്പോഴും ഒരു പാരന്റ് API കൺട്രോളറായിട്ട് സെറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള നമ്മുടെ സബ് കൺട്രോളേഴ്സ് ഉണ്ടല്ലോ, ഈ കൺട്രോളർ പുതിയൊരു കൺട്രോളർ ആഡ് ചെയ്യുമ്പോൾ ഈ ബേസ് API കൺട്രോളർ എന്ന് പറഞ്ഞ് അവിടെ ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ മതി ക്ലാസ്സിനകത്ത്. ഓക്കെ, സോ നമ്മൾ എൻറ്റിറ്റി നോക്കിയിട്ടുണ്ട്, പിന്നെ അടുത്ത ബേസ് API കൺട്രോളർ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനകത്ത് ഇടാം. ഓക്കെ, ബൈ.